പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമായി. തലമുറകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് പെരുമ്പളം പാലം നാടിന് സമർപ്പിച്ചു. കായലിന് കുറുകെ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് പിന്നാലെ KSRTC ബസ്സുകൾ ദ്വീപിലേക്ക് പുറപ്പെട്ടു. നവീകരിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, പടഹാരം പാലം എന്നിവയും മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ഒരു നാടിന്റെ സ്വപ്നം പൂവണിയുകയാണ്. മുഖ്യമന്ത്രി ആ പാലം നാടിന് സമർപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം KSRTC ബസ്സുകളൊക്കെ കടന്നു പോകുന്നത് കണ്ണു നിറഞ്ഞു കാണുന്ന മനുഷ്യർ ഉണ്ടായിരിക്കാം അവിടെ. മധു, വിസ്മയമാണ് ആ കാഴ്ച. കേവലം വരുന്ന പെരുമ്പളത്തെ 10,000-ഓളം വരുന്ന നിവാസികളുടെ മാത്രം ചിരകാല സ്വപ്നമല്ല, കേരള ജനതയ്ക്കാകെ അഭിമാനം പകരുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമായിരുന്നു. 1155 മീറ്റർ വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ പാലം. അത് വേമ്പനാട്ട് കായൽ കീറി മുറിച്ചുകൊണ്ട് വേമ്പനാട്ടിന്റെ സൗന്ദര്യത്തിലൂടെ കടന്നുപോകുന്ന ആ പാലമാണ്. അത് കേരളത്തിന്റെ ആകെ അതായത് സഞ്ചാര മേഖലയ്ക്ക്, ടൂറിസം മേഖലയ്ക്കാകെ വലിയ മുതൽക്കൂട്ടുണ്ടാകുന്ന അഭിമാന പദ്ധതിയാണ്. 106 കോടി രൂപ മുടക്കി 2016-2017 മന്ത്രിസഭാ കാലത്താണ് അതിന്റെ പദ്ധതി ഉദ്ഘാടനം തുടങ്ങിയത്. പിന്നെ അതിന്റെ ഇടയിൽ വലിയ വെല്ലുവിളികൾ നിർമ്മാണ കമ്പനിക്കടക്കം ഉണ്ടായി. കാരണം കായലിന് കുറുകെയുള്ള നിർമ്മാണത്തിൽ വലിയ സങ്കീർണത നടക്കുമെന്നും അങ്ങനെ വലിയ വെല്ലുവിളികളെ തന്നെ അതിജീവിച്ചുകൊണ്ട് സർക്കാർ പൂർത്തിയാക്കിയ അഭിമാന പദ്ധതി വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം സർക്കാരിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു പദ്ധതി, കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം ഇപ്പോഴിതാ നാടിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന അഭിമാന നിമിഷത്തിലാണ് കേരളം. അത് ആ പാല ഉദ്ഘാടന വേളയിൽ തന്നെ പാലത്തിലൂടെ ഒരു KSRTC ബസ് അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന സ്വപ്ന യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയുടെ വാഹനം കൂടി അതിലേക്ക് കടന്ന് ആ ദ്വീപിലേക്ക് എത്തി. ഇപ്പോഴിതാ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രിയും മറ്റ് 4 മന്ത്രിമാരും ഉള്ളത്. ഒരു കാലത്ത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന ആളുകൾ എഴുതിത്തള്ളിയ പാലത്തിന് കുറുകെ ഒരു പാലം, അല്ലെങ്കിൽ ഈ കായലിന് കുറുകെ ഒരു പാലം ഒരിക്കലും നടക്കാൻ പോകുന്ന സ്വപ്നമല്ല എന്ന രീതിയിൽ വലിയ വ്യാഖ്യാനങ്ങൾ വന്നപ്പോഴും അതിനൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുത്താണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത്. ഇപ്പോഴും അതിന്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ആ ദ്വീപിലേക്ക് ഇപ്പോഴത്തെ ആ പാലത്തിലൂടെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. മാധു.